അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ടുകാരനുണ്ട്, ഹനാൻ ഷാ എന്നൊരു പാട്ടുകാരുണ്ട്. ഓനിക്കെതിരെ പ്രസംഗിച്ച സമയത്ത് എനിക്കെതിരെ ഒരു 10-15 പേര് കുറെ വീഡിയോ ഒക്കെ ആയിട്ട് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പേര് എനിക്കെതിരെ വീഡിയോ ചെയ്തു. അപ്പൊ അതില് തൊപ്പി നിഹാദ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ലൈവില് എന്നെ കുറെ തെറിയൊക്കെ പറഞ്ഞു, എന്നെ കുറെ കായും ബായൊക്കെ ചേർത്ത് കുറെയൊക്കെ തെറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം ഈ ചങ്ങാതി പറയുന്ന ഒരു കാര്യമുണ്ട്, നിസ്കരിച്ചാൽ മാത്രം മതി, ബാക്കിയൊന്നും ചെയ്യണ്ട. നിസ്കരിച്ചാൽ മാത്രം മതി, ബാക്കി ചെയ്യണ്ട. പേര് നിഹാദ് എന്ന, പക്ഷേ തെറ്റുകൾ ജീവിതത്തിൽ എന്നും ചെയ്യുന്ന ഒരു സഹോദരനാണ് പറയണേ, നിസ്കരിച്ചാൽ മാത്രം മതി, ബാക്കി ഒന്നും ചെയ്യണ്ട. സ്വന്തം ഉമ്മയും ബാപ്പയും വെറുപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ലൈവിലൂടെ പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ മുഴുവനും കോമാളിയാക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തെറി വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ കുറച്ചു ദിവസം മുമ്പ് നോക്കി, ആ സഹോദരൻ ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ പെണ്ണിന്റെ മാറ് നോക്കിയിട്ട് വായിലൂടെ വെള്ളം ഇങ്ങനെ ഉറിച്ചിറക്കുന്ന രീതിയിൽ പല എക്സ്പ്രഷനുകളും വീഡിയോയിലും ഇട്ടിട്ട് ആ സഹോദരൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്നിട്ട് പറയാ, നിസ്കരിച്ചാൽ മാത്രം മതി, ഹനാൻ ഷാ പാട്ട് പാടിയിട്ട് കുഴപ്പമൊന്നുമില്ല, നിസ്കരിക്കുന്നുണ്ടല്ലോ, നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ച് ഹറാമ് ചെയ്താൽ അത് നടക്കണ കാര്യമാണോ? അല്ല. സമൂഹത്തിൽ ഭയങ്കര മാന്യൻ തലയിൽ തൊപ്പിയൊക്കെ വെക്കുന്നുണ്ട്, പക്ഷെ കുരിശുപള്ളി കവലയിൽ വന്നിട്ട് രാത്രി DJ ഡാൻസ് കളിച്ചാല് അത് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. അതാണ് ഫാസിഖീങ്ങൾ എന്ന് പറയുന്നത്. ആരാണോ ഫാസിഖീങ്ങൾ, ആരാ? അവര് നരകത്തിന്റെ 5ാമത്തെ അവകാശികളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ദീൻ പറയാൻ മുസ്ലിംമാർക്ക് പറ്റൂല, ഇപ്പം ദീൻ പറയാൻ ഉസ്താദന്മാർക്ക് പറ്റൂല. ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ട്, ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് അതൊരു മുഖത്തിന്റെ അടുത്ത് വെച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ട് ഇൻഫ്ലുവൻസ്മാർ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഗൾഫിലും ദുബൈയിലൊക്കെ ഒരു പണിയില്ലാതെ കുറെ ചങ്ങായിമാര് വെറുതെ അത്തരം തേച്ച് കിടക്കുന്നുണ്ട്. അവര് പറയണ, ഉസ്താദ്മാര് ദീൻ പറയണ്ട, ഞങ്ങൾ ഇൻഫ്ലുവൻസർമാരാണ്, ദീൻ പറയേണ്ട കാലം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ ഫാസിഖീങ്ങളാരാ? അവര് നരകത്തിന്റെ അവകാശികളാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വഖത്ത് നിസ്കാരമുണ്ട്, രാത്രി ഗാനമേള പാട്ടുപാടുക, അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. 5 വഖത്ത് നിസ്കാരമുണ്ട്, നിഹാദ് എന്ന പേര്, തൊപ്പി എന്ന പേര് തൊപ്പി വെച്ചിട്ട് ലൈവ് ചെയ്തിട്ട് ആളുകളെ തെറി പറഞ്ഞാൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ കിടക്കോ? ഇല്ല. സ്വന്തം ഉമ്മയെ വാപ്പയും വെറുപ്പിച്ചുകൊണ്ട് എന്തെല്ലാം ആളുകൾക്ക് കാണിച്ചു കൊടുത്താലും എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവോ? ഉണ്ടാകില്ല. അതാണ് ഞാൻ പറയണത്. ഫാസിഖീങ്ങൾ ആരാ? അവര് നരകത്തിന്റെ 5ാമത്തെ അവകാശികളാ, മഹാനാകുന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തലയിൽ തൊപ്പിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിസ്കാരത്തിനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നെരിയാനയുടെ ഭാഗത്ത് ചില ആളുകൾക്ക് ഈ അത്തഹിയാത്തിൽ ഇരുന്നിട്ട് സ്വന്തം അവിടെ ഒരു കറുത്ത ഇത് വന്നിട്ടുണ്ടാവും, തഴമ്പ് വന്നിട്ടുണ്ടാവും. ഞാൻ നിങ്ങളോട് പറയാ, അതൊന്നും കൊണ്ട് കാര്യമില്ല. തൊപ്പി വെച്ചിട്ട് ഹറാമ് ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആശിഖ് എന്നാണ് പേര്, ഞാൻ ചെയ്യണത് തെറ്റാണ്, ഞാൻ വയല് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ മഹലിൽ മുസ്ലിമീങ്ങളുണ്ട്, ആ മുസ്ലിമിന്റെ പേര് വെച്ചുകൊണ്ട് തെറ്റ് ചെയ്താൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിലാ, ഫാസിഖീങ്ങളാ, അവര് നരകത്തിന്റെ അവകാശികളാ. മഹാനാകുന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു സലാമത്താക്കി അനുഗ്രഹിക്കുമാറാവട്ടെ.